മുസ്ലിം, നിങ്ങൾ പ്രണയിച്ചിട്ടുണ്ടോ? നിങ്ങൾ പ്രണയിച്ചിട്ടുണ്ടോ? അലക്സാണ്ടർ എന്ന് ഓസ്ലറോട് ചോദിച്ച ആ ചോദ്യം അത് മനസ്സിൽ പതിക്കാത്തവരായി ഇന്ന് ആരും കാണില്ല. ആ ഒരൊറ്റ ചോദ്യത്തിൽ ഒരു ജീവിതം മുഴുവനുണ്ട്. നമ്മളും പലപ്പോഴും നമ്മളോട് തന്നെ ചോദിക്കുന്ന ചോദ്യം. പക്ഷേ പ്രണയിച്ചവർക്കെല്ലാം അത് വിവാഹത്തിലേക്കും സന്തോഷത്തിലേക്കും എത്തിക്കാൻ കഴിയാറുണ്ടോ? എന്തുകൊണ്ടാണ് ചില ബന്ധങ്ങൾ പൂവമ്പുകൾ പോലെ മനോഹരമാകുന്നതും മറ്റു ചിലത് നെഞ്ചിൽ കറയ്ക്കുന്ന മുള്ളുകളായി മാറുന്നതും? നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിയെ സ്വന്തമാക്കാൻ കഴിയുമോ എന്ന് നിശ്ചയിക്കുന്നത് നിങ്ങളുടെ വാശിയോ ആഗ്രഹമോ മാത്രമല്ല, നിങ്ങളുടെ ജനന സമയത്ത് ആകാശത്ത് വിന്യസിക്കപ്പെട്ട ഗ്രഹങ്ങളാണ്. നിങ്ങളുടെ ജാതകത്തിലെ 5-ാം ഭാവവും 7-ാം ഭാവവും തമ്മിൽ ഒരു പോരാട്ടം നടക്കുന്നുണ്ടോ? ശുക്രനും രാഹുവും നിങ്ങളുടെ പ്രണയത്തെ എങ്ങോട്ടാണ് നയിക്കുന്നത്? ഈ വാലന്റൈൻസ് ദിനത്തിൽ നിങ്ങളുടെ പ്രണയത്തിൻ്റെ വിധി എന്താണെന്ന് വേദിക് വിശ്വാസ് വെളിപ്പെടുത്തുന്നു. നമസ്കാരം, വേദിക് വിശ്വാസിലേക്ക് ഏവർക്കും സ്വാഗതം. പ്രണയം ചിലർക്കത് സ്വർഗമാണ്, മറ്റു ചിലർക്കോ അത് തീരാത്ത വേദനയും. നിങ്ങളൊരാളെ ജീവശ്വാസതുല്യം സ്നേഹിക്കുന്നുണ്ടാകാം. പക്ഷേ ആ പ്രണയം വിവാഹത്തിൻ്റെ പടിവാതിൽക്കലെത്തുമ്പോൾ തകർന്നു പോകുന്നത് എന്തുകൊണ്ടാണ്? ഞങ്ങൾ തമ്മിൽ അത്രയ്ക്ക് പൊരുത്തമായിരുന്നു എന്ന് നിങ്ങൾ പിന്നീട് വിലപിച്ചിട്ട് കാര്യമില്ല. കാരണം നിങ്ങൾ പ്രണയിക്കുമ്പോൾ കാണുന്ന ആവേശമല്ല വിവാഹം കഴിഞ്ഞ് ഒരേ മേൽക്കൂരയ്ക്ക് താഴെ കഴിയുമ്പോൾ ഉണ്ടാകുന്നത്. വീട്ടുകാരുടെ എതിർപ്പും ജാതക ദോഷങ്ങളും ഒടുവിൽ പിരിയാൻ കഴിയാത്ത വിധം മനസ്സിനെ തളച്ചിടുന്ന വിരഹവും. നിങ്ങൾ ചോദിക്കാറുണ്ട്, ഞങ്ങളുടെ പ്രണയം വീട്ടുകാർ സമ്മതിക്കുമോ? അല്ലെങ്കിൽ വിവാഹശേഷം ഞങ്ങൾ സന്തുഷ്ടരായിരിക്കുമോ എന്ന്. ഈ ചോദ്യങ്ങൾക്കുള്ള ഉത്തരം നിങ്ങളുടെ ഹൃദയത്തിലല്ല, മറിച്ച് നിങ്ങളുടെ ജന്മകുണ്ഡലിയിലെ ഗ്രഹങ്ങൾക്കിടയിലാണ് ഒളിഞ്ഞിരിക്കുന്നത്. നിങ്ങളുടെ 7-ാം ഭാവത്തിലെ ശനിയുടെ നോട്ടമാണോ അതോ 5-ാം ഭാവത്തിലെ രാഹുവാണോ നിങ്ങളുടെ പ്രണയത്തിൻ്റെ വിധി നിശ്ചയിക്കുന്നത്? നമുക്ക് നോക്കാം നിങ്ങളുടെ പ്രണയത്തിൻ്റെ ഭാവി ഗ്രഹങ്ങൾ എങ്ങനെയാണ് എഴുതി വച്ചിരിക്കുന്നത് എന്ന്. നമുക്ക് ആദ്യം നിങ്ങളുടെ ജീവിതത്തിലെ ഈ പ്രണയകഥ എഴുതുന്ന ആ മെയിൻ ഹീറോസിനെ പരിചയപ്പെടാം. ജ്യോതിഷത്തിലെ ഈ 3 ഗ്രഹങ്ങളാണ് നിങ്ങളുടെ പ്രണയത്തിൻ്റെ തിരക്കഥ നിശ്ചയിക്കുന്നത്. 1 ശുക്രൻ, പ്രണയത്തിൻ്റെ ബ്രാൻഡ് അംബാസിഡർ, നമ്മുടെ പ്രണയലോകത്തെ യഥാർത്ഥ റൊമാൻറ്റിക് ഹീറോ. ശുക്രൻ നിങ്ങളുടെ ജാതകത്തിൽ ബലവാനാണോ എങ്കിൽ നിങ്ങളുടെ പ്രണയം സിനിമയിലേതുപോലെ മനോഹരമായിരിക്കും. സൗന്ദര്യം, ആഡംബരം, ആകർഷണം ഇതെല്ലാം ശുക്രൻ്റെ ദാനമാണ്. പക്ഷേ ശുക്രൻ ദുർബലനായാൽ എത്ര വലിയ പ്രണയമായാലും അതിൽ ആസ്വാദനം കുറയും. ബന്ധങ്ങൾ വെറും ചടങ്ങുകളായി മാറും. 2 രാഹു, അതിരുകളില്ലാത്ത ആവേശം. പ്രണയവിവാഹങ്ങളുടെ പിന്നിലെ യഥാർത്ഥ മാന്ത്രികൻ രാഹുവാണ്. വീട്ടുകാരെതിർത്താലും ജാതിയും മതവും അതിരുകൾ തീർത്താലും അതൊന്നും വകവെക്കാതെ പ്രണയിക്കാൻ നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? എങ്കിൽ അവിടെ രാഹുവിൻ്റെ ശക്തമായ സ്വാധീനമുണ്ട്. ഔട്ട് ഓഫ് ദ ബോക്സ് ചിന്തകളും അപ്രതീക്ഷിതമായി തോന്നുന്ന പ്രണയങ്ങളും രാഹുവിൻ്റെ സൃഷ്ടിയാണ്. പ്രണയവിവാഹം ഒരു വിപ്ലവം പോലെ നടക്കണമെങ്കിൽ രാഹുവിൻ്റെ ഒരു കൈ അവിടെ നിർബന്ധമാണ്. 3 ചൊവ്വ, പ്രണയത്തിലെ കനൽ. ഒരാളോട് ഇഷ്ടം തോന്നിയാൽ അത് മുഖത്ത് നോക്കി വിളിച്ചു പറയാൻ ഒരു ധൈര്യം വേണം. ആ ഗട്ട്സ് നൽകുന്നത് ചൊവ്വയാണ്. ചൊവ്വ അനുകൂലമെങ്കിൽ പ്രണയം ആവേശഭരിതമാകും. എന്നാൽ സൂക്ഷിക്കണം, ചൊവ്വ അല്പം കൂടിയാൽ ആ പ്രണയം പെട്ടെന്ന് ഒരു യുദ്ധക്കളമായി മാറും. ചെറിയ പിണക്കങ്ങൾ വലിയ കലഹങ്ങളാകുന്നതും ബന്ധങ്ങളിൽ വിള്ളൽ വീഴുന്നതും ചൊവ്വയുടെ ഈ കാഠിന്യം മൂലമാണ്. ഇനി നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യത്തിലേക്ക് വരാം. നിങ്ങളുടെ പ്രണയം സഫലമാകുമോ അതോ വെറുമൊരു മരീചികയായി അവസാനിക്കുമോ?
നിങ്ങളുടെ ജാതകത്തിൽ ഈ 3 ഗോൾഡൻ റൂൾസ് ഉണ്ടോ എന്ന് ഇപ്പോൾ തന്നെ പരിശോധിക്കൂ. റൂൾ നമ്പർ 1, 5-ാം ഭാവവും 7-ാം ഭാവവും തമ്മിലുള്ള ആ രഹസ്യബന്ധം. ജ്യോതിഷത്തിൽ 5-ാം ഭാവം പ്രണയത്തിൻ്റെയും 7-ാം ഭാവം വിവാഹത്തിൻ്റെയും പ്രതീകമാണ്. ഇവയുടെ അധിപന്മാർ തമ്മിൽ ജാതകത്തിൽ ഒരു കൂടിച്ചേരലോ പരസ്പര ദൃഷ്ടിയോ ഉണ്ടോ? എങ്കിലുറപ്പിച്ചോളൂ, ലോകം മുഴുവൻ എതിർത്താലും നിങ്ങളുടെ പ്രണയം വിവാഹപ്പന്തലിൽ എത്തിയിരിക്കും. ഇതിനെയാണ് ജ്യോതിഷം യഥാർത്ഥ പ്രണയവിവാഹ യോഗമെന്ന് വിളിക്കുന്നത്. റൂൾ നമ്പർ 2, ശനിയും ചൊവ്വയും തീർക്കുന്ന അഗ്നിപരീക്ഷകൾ. നിങ്ങളുടെ പ്രണയത്തിൽ വീട്ടുകാർ തടസ്സം നിൽക്കുന്നുണ്ടോ? ജാതിയോ മതമോ വില്ലനാകുന്നുണ്ടോ? എങ്കിൽ അവിടെ ശനിയുടെയോ ചൊവ്വയുടെയോ കഠിനമായ നോട്ടം നിങ്ങളുടെ 5-ാം ഭാവത്തിൽ പതിക്കുന്നുണ്ടാകാം. പക്ഷേ ഭയപ്പെടേണ്ട, ഇതൊരു പരീക്ഷണം മാത്രമാണ്. പ്രതിബന്ധങ്ങളെ ദൃഢനിശ്ചയത്തോടെ നേരിടാൻ നിങ്ങൾ തയ്യാറാണെങ്കിൽ ഈ ഗ്രഹങ്ങൾ തന്നെ നിങ്ങൾക്ക് വിജയത്തിലേക്കുള്ള വഴി തുറന്നു തരും. റൂൾ നമ്പർ 3, ചന്ദ്രൻ നൽകുന്ന ആത്മബന്ധം. പ്രണയത്തിൽ വഞ്ചിക്കപ്പെടുമോ എന്ന പേടി പലരെയും അലട്ടാറുണ്ട്. എന്നാൽ മനസ്സിൻ്റെ കാരകനായ ചന്ദ്രൻ നിങ്ങളുടെ ജാതകത്തിൽ ശുഭസ്ഥാനത്താണെങ്കിൽ നിങ്ങൾക്കിടയിൽ വെറും ശാരീരിക ആകർഷണമല്ല, മറിച്ച് ആഴത്തിലുള്ള ആത്മബന്ധമാണ് ഉണ്ടാകുക. ചന്ദ്രൻ ബലവാനാണെങ്കിൽ പങ്കാളി നിങ്ങളെ പാതി വഴിയിൽ ഉപേക്ഷിക്കില്ല. കളങ്കമില്ലാത്ത വിശ്വസ്തമായ പ്രണയത്തിൻ്റെ അടയാളമാണത്. ഇപ്പോൾ നിങ്ങളുടെ മനസ്സിൽ ഒരു ചോദ്യം വരാം, എൻ്റെ ജാതകത്തിൽ ഇതിലേതെങ്കിലും ഒന്ന് കുറവാണെങ്കിൽ എൻ്റെ പ്രണയം പരാജയപ്പെടുമോ എന്ന്. ഒരിക്കലുമില്ല. തടസ്സങ്ങൾ മാറ്റാൻ കൃത്യമായ വഴിപാടുകളും പരിഹാരങ്ങളുമുണ്ട്. പ്രിയപ്പെട്ടവരെ, ഗ്രഹങ്ങൾ വഴി കാണിച്ചു തരും. പക്ഷേ ആ വഴിയിലൂടെ പതറാതെ നടക്കേണ്ടത് നിങ്ങളാണ്. ഇനി പ്രണയബന്ധങ്ങളിൽ തടസ്സങ്ങൾ നേരിടുന്നവർക്കും വിവാഹാലോചനകൾ പാതി വഴിയിൽ മുടങ്ങുന്നവർക്കും ഈ ഫെബ്രുവരി മാസത്തിൽ ചെയ്യാവുന്ന ലളിതവും എന്നാൽ അതീവ ഫലപ്രദവുമായ ചില പരിഹാരങ്ങൾ ശ്രദ്ധിക്കുക. ആദ്യമായി, വെള്ളിയാഴ്ചകൾ ലക്ഷ്മി ദേവിക്ക് പ്രിയപ്പെട്ടതാണ്. എല്ലാ വെള്ളിയാഴ്ചയും ദേവിക്ക് വെളുത്ത പുഷ്പങ്ങൾ സമർപ്പിക്കുക. ഇത് നിങ്ങളുടെ ജാതകത്തിലെ ശുക്രൻ്റെ ബലം വർദ്ധിപ്പിക്കുകയും ബന്ധങ്ങളിൽ നിലനിൽക്കുന്ന അസ്വാരസ്യങ്ങൾ മാറി സന്തോഷം കൈവരാൻ സഹായിക്കുകയും ചെയ്യും. രണ്ടാമതായി, പങ്കാളിയുമായി ചെറിയ കാര്യങ്ങൾക്ക് പോലും വഴക്കിടുന്ന സ്വഭാവം നിങ്ങൾക്കുണ്ടോ? എങ്കിൽ മനസ്സിനെ ശാന്തമാക്കാൻ ചന്ദ്രകാന്തം അഥവാ മൂൺ സ്റ്റോൺ ധരിക്കുന്നത് ഉചിതമായിരിക്കും. ഇത് അനാവശ്യമായ ചിന്തകളെയും ദേഷ്യത്തെയും നിയന്ത്രിക്കാൻ സഹായിക്കും. മൂന്നാമത്തെ കാര്യം വളരെ പ്രധാനമാണ്. പ്രമേയത്തിലോ വിവാഹാലോചനയിലോ നിർണായകമായ തീരുമാനങ്ങൾ എടുക്കുമ്പോഴോ പങ്കാളിയെ കാണാൻ പോകുമ്പോഴോ രാഹുകാരം ഒഴിവാക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. അശുഭകരമായ സമയത്തെ ഒഴിവാക്കുന്നത് അപ്രതീക്ഷിതമായ തടസ്സങ്ങൾ നീങ്ങാൻ നിങ്ങളെ സഹായിക്കും. ഓർക്കുക, വിധിയിൽ വിശ്വസിക്കുമ്പോഴും നമ്മുടെ ഭാഗത്തു നിന്നുള്ള ചെറിയ മാറ്റങ്ങൾ വലിയ മാറ്റങ്ങൾക്ക് വഴി തുറക്കും. ഇനി നിങ്ങളോടായി ഒരു ചോദ്യം. നമ്മൾ പലപ്പോഴും ചർച്ച ചെയ്യുന്നൊരു വിഷയമാണത്. നിങ്ങൾ എന്തിനെയാണ് പിന്തുണയ്ക്കുന്നത്? എല്ലാ പ്രതിബന്ധങ്ങളെയും മറികടന്നുള്ള ആവേശകരമായ പ്രണയവിവാഹത്തെയോ അതോ മുതിർന്നവരാലോചിച്ചുറപ്പിച്ച സമാധാനപരമായ അറേഞ്ച്ഡ് മാരേജിനെയോ? നിങ്ങളുടെ നിലപാടും അതിനുള്ള കാരണവും താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തൂ. പ്രണയവും ജ്യോതിഷവും സംബന്ധിച്ച നിങ്ങളുടെ സംശയങ്ങളും ചോദിക്കാവുന്നതാണ്. മികച്ച കമൻറ്റുകൾക്കും പ്രസക്തമായ ചോദ്യങ്ങൾക്കും ഞങ്ങൾ നേരിട്ട് മറുപടി നൽകുന്നതായിരിക്കും. നിങ്ങളുടെ ഓരോ അഭിപ്രായവും ഞങ്ങൾക്ക് വിലപ്പെട്ടതാണ്. അതുകൊണ്ട് മടിക്കാതെ ഇപ്പോൾ തന്നെ കമൻറ്റ് ചെയ്യൂ. നമുക്ക് ഈ ചർച്ച മുന്നോട്ട് കൊണ്ടുപോകാം. അവസാനമായി ഒന്നു മാത്രം ഓർക്കുക.
ഗ്രഹങ്ങൾ നമുക്ക് വഴി കാണിച്ചു തരുന്ന വിളക്കുകൾ മാത്രമാണ്. പക്ഷേ ആ വഴിയിലൂടെ ആത്മവിശ്വാസത്തോടെ നടക്കേണ്ടത് നിങ്ങളാണ്. നിങ്ങളുടെ പങ്കാളിയിലുള്ള വിശ്വാസവും വിട്ടുവീഴ്ചയില്ലാത്ത സ്നേഹവുമാണ് ലോകത്തിലെ ഏതൊരു ജ്യോതിഷപ്പൊരുത്തത്തെക്കാളും വലുത് എന്ന് എപ്പോഴും മനസ്സിലാക്കുക. മനസ്സുകൾ തമ്മിൽ ഒന്നാണെങ്കിൽ വിധി പോലും നിങ്ങൾക്കായി വഴിമാറും. ഈ വാലന്റൈൻസ് ദിനം നിങ്ങളുടെ ജീവിതത്തിൽ സന്തോഷത്തിൻ്റെയും പ്രണയത്തിൻ്റെയും പുതിയ വാതിലുകൾ തുറക്കട്ടെ എന്ന് ആത്മാർത്ഥമായി ആശംസിക്കുന്നു. കൂടുതൽ ജ്യോതിഷ വിശകലനങ്ങൾക്കും നിങ്ങളുടെ വ്യക്തിഗതമായ ജാതക പരിശോധനകൾക്കുമായി വേദിക് വിശ്വാസ് ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ അറിവുകൾ നിങ്ങളുടെ പ്രിയപ്പെട്ടവരിലേക്കും ഷെയർ ചെയ്യാൻ മറക്കരുത്. മറ്റൊരു പ്രധാന വിഷയവുമായി അടുത്ത വീഡിയോയിൽ കാണുന്നതുവരെ നന്ദി, നമസ്കാരം.